Xylem Learning ശ്വേതാവസാണ്. അപ്പൊ മക്കളെ നമ്മുടെ ഓണം എക്സാമിങ് അടുത്തെത്തി. നാളെയാണ് നമ്മുടെ പരീക്ഷ വരുന്നത്. അപ്പൊ ഇതാ മിസ് ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യം പഠിക്കാതെ തന്നെ ആരും എക്സാമിന് പോകരുത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ആ ചോദ്യം എന്ന് നോക്കിയാലോ. സാബു വായ്പയുടെ തിരിച്ചടവിനായി 1000 രൂപ ബാങ്കിൽ നൽകിയപ്പോൾ 455 രൂപ തിരിച്ചു കിട്ടി. അതായത് 1000 രൂപ നൽകിയപ്പോൾ 455 1000 rupees കൊടുത്തപ്പോൾ 455 rupees തിരിച്ചു കിട്ടി. ഏതെല്ലാം നോട്ടുകൾ കിട്ടിയിരിക്കും? ചുവടെ തന്നിരിക്കുന്ന നോട്ടുകൾ ഉപയോഗിച്ച് എഴുതുക. എല്ലാ നോട്ടുകളും ഉപയോഗിക്കണമെന്നില്ല. അതായതടാ ഇതിന്റെ ബേസ് എന്താണ്? അതെ, 455 നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് നോട്ടുകളായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. യെസ്, 455 എന്ന് പറയുമ്പോൾ എന്താണ്? 4 വട്ടം 100, 400 ആയില്ലേ? പിന്നെയോ 50, യെസ്, 1 വട്ടം 50 എത്രയായി? 450 ആയി. പിന്നെ ഒരു 5 അല്ലേ? യെസ്, 1 വട്ടം 5 രൂപ. ഇങ്ങനെ നമുക്ക് 455 എഴുതിക്കൂടെ? യെസ്. അപ്പൊ എത്രയാണ്? 100 4 തവണ അല്ലെ? 100 4 തവണ. അപ്പൊ നമ്മള് നേരെ താഴെ എഴുതി കൊടുക്കുക. 100 4 തവണ. 50 രൂപ 1 തവണ. പിന്നെ 5 രൂപയോ? യെസ്, 1. അപ്പൊ എത്രയായി? 400 രൂപയുടെ നോട്ടുകള്, 50 രൂപയുടെ ഒരു നോട്ട്, 5 രൂപയുടെ ഒരു നോട്ട്. ഇനി വേറെ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? യെസ്, 200 ഉണ്ടെങ്കിലോടാ, 200 ഉണ്ടെങ്കിൽ 200 എന്ന് പറയുന്നത് എന്താണ്? 400 അല്ലേ? 200ന്റെ നോട്ടുകള് 400 ആയില്ലേ? പിന്നെ 10കളുടെ നോട്ട് എടുത്തു മിസ്. 10കളുടെ നോട്ട്, 5 10കളുടെ നോട്ടാണെങ്കിലോ 50 ആയി. അതുപോലെ 5 രൂപയുടെ നോട്ട്, യെസ്, ഒരു 5 രൂപയുടെ നോട്ടാണെങ്കിലോ അതും യെസ് കറക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് 455 ആയില്ലേ? 2 വട്ടം 200 നോട്ട് എന്ന് പറയുമ്പോൾ 400 പ്ലസ് 50 പ്ലസ് 5 455. അപ്പൊ എങ്ങനെയാടാ നമ്മൾ എഴുതുക? 2 വട്ടം 200 നോട്ടുകള്, പിന്നെ 10 രൂപയുടെ നോട്ടുകൾ 5 വട്ടം, പിന്നെ 5 രൂപയുടെ നോട്ടുകളോ 1 വട്ടം. ഇങ്ങനെയൊക്കെയാണല്ലോ. ഇനി ലാസ്റ്റ് ഒരു തവണയും കൂടെ നമുക്ക് എഴുതാൻ പറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും? യെസ്, 200 രൂപയുടെ നോട്ട് ഒരു തവണ 200 രൂപയുടെ നോട്ടായി. പിന്നെയോ 100 രൂപയുടെ നോട്ടാണെങ്കിലോ നമ്മൾ എടുക്കുന്നത് 100 രൂപയുടെ നോട്ടാണെങ്കിൽ യെസ് 2 വട്ടം വേണം അല്ലേ? 2 വട്ടം 100 രൂപയുടെ നോട്ടുകള്. പിന്നെ എന്താടാ? പിന്നെ 50 രൂപയുടെ ഒരു നോട്ടും 5 രൂപയുടെ ഒരു നോട്ടും. എന്തായി? അതും 455 അല്ലേ? അപ്പൊ എങ്ങനെയാടാ നമ്മൾ എഴുതിയ? 200ന്റെ നോട്ട് ഒരു തവണ, ഈ 100ന്റെ നോട്ട് 2 തവണ, 50ന്റെ നോട്ട് 1 തവണ, പിന്നെയോ 50ന്റെ നോട്ട് 1 തവണ, പിന്നെ 5 രൂപയുടെ നോട്ട് 1 തവണ. 455 ആയില്ലേ? യെസ്. ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്തായാലും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കണം. അപ്പൊ എന്റെ മക്കള് സൂപ്പർ ആയിട്ട് നാളെ എക്സാം എഴുതാ. ഓൾ ദി വെരി ബെസ്റ്റ് ഡിയേഴ്സ്. നമ്മൾ ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.